അടൂർ പ്രകാശിനെ പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. അത് ശരിയാണ്. ഈ രാജ്യത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരു സത്യം തെളിയിക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് തങ്ങളുടെ സംശയ നിവാരണത്തിനായി ആരിൽ നിന്നും മൊഴിയെടുക്കാം, ആരിൽ നിന്നും സംശയം തീർക്കാം. ചോദ്യം ചെയ്യലല്ല അതിൻ്റെ പേര്, അതിൻ്റെ രീതി ചോദിച്ച് ഉത്തരമറിയലാണ്. ഒരു അന്വേഷണ ഏജൻസിക്ക് ആരെയും ചോദ്യം ചെയ്യാൻ നിയമപ്രകാരം. പക്ഷേ എന്താണ് SIT അന്വേഷിക്കുന്ന ഇവിടുത്തെ ഒഫൻസ്? ഉണ്ണികൃഷ്ണൻ എന്ന പോറ്റിക്കൊപ്പം ആരൊക്കെ ഫോട്ടോ എടുത്തതെന്നാണോ? പോറ്റിയെ ശബരിമലയിൽ കയറ്റിയതും ജയിലിൽ നിന്നും ഇറക്കിയതുമൊക്കെ മറ്റാരുമല്ല, സഖാക്കളാണ്. അപ്പോൾ ജനം തിരിച്ചറിയും ഈ ചോദ്യം ചെയ്തതിലെ രാഷ്ട്രീയം. അത് മാത്രമേ പറയാനുള്ളൂ. ഈ ക്രിമിനൽ കേസിൽ പ്രതിയാകുന്നതിന് മുമ്പ് ആർക്കൊക്കെ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് പരിചയമുണ്ട് എന്നാണോ SITയുടെ ചോദ്യത്തിൻ്റെ ലക്ഷ്യം? ഫോട്ടോ എടുക്കുന്നവർക്കൊക്കെ ചോദ്യം ചെയ്യൽ നോട്ടീസ് അയക്കാൻ SIT ഉദ്ദേശിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ക്ലിഫ് ഹൗസിലെ താമസക്കാരുമായും പോറ്റിയുടെ ഫോട്ടോകൾ വന്നിട്ടുണ്ട്. ക്ലിഫ് ഹൗസിൻ്റെ അഡ്രസ് SITക്ക് അറിയില്ലെന്നാണോ? SIT അന്വേഷിക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ പറ്റിയാണെന്ന് സർക്കാർ മറന്നാലും ആ പ്രത്യേക അന്വേഷണ സംഘം ഒരിക്കലും മറക്കരുത്, വന്ന വഴി മറക്കരുത്. സ്വർണ്ണക്കൊള്ളയിൽ അടൂർ പ്രകാശ് എന്ന MP എന്ത് ബന്ധമാണുള്ളത്? ആർക്കൊക്കെയാണ് ശബരിമല സീസണുകളിൽ പൂജകൾ ബുക്ക് ചെയ്ത് മറിച്ചു വിൽക്കുന്നത്? ഒരു ഇടനിലക്കാരൻ നേരിട്ട് വന്ന് എല്ലാ പൂജകളും തൻ്റെ പേരിൽ ബുക്ക് ചെയ്ത് മടങ്ങുകയാണോ? അല്ലല്ലോ. അവരെ സഹായിക്കാൻ അവിടെ ഒരു ഉദ്യോഗസ്ഥ ലോബി ഉള്ളത് കൊണ്ടാണ് ഈ ഇടപാട് നടക്കുന്നത്. ആരാണ് ശബരിമലയിലെയും ദേവസ്വം ബോർഡിലെയും ഒക്കെ ജീവനക്കാരുടെ സംഘടനകളെ അവർ നിയന്ത്രിക്കുന്നത്? ഇടത് യൂണിയനിലെ അവിടെ പതിറ്റാണ്ടുകളെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. UDF ഭരണത്തിൽ പോലും അതായിരുന്നല്ലോ അവസ്ഥ. ശബരിമലയിൽ CPMന്റെ നേതൃത്വത്തിൽ ഉന്നതതല സംഘമുണ്ട്. ആ സംഘം ചർച്ചകൾക്കായി പോയൊന്നുമില്ല. ആ സംഘം കൂടിയിരുന്ന് സ്വർണ്ണക്കൊള്ള നടത്തിയത് 2019 മുതലാണ്. അതാണ് ആ ഉന്നത തിരുട്ട് സംഘം. നേരത്തെ പറഞ്ഞ അടൂർ പ്രകാശ് MP 2019 തൊട്ട് സർക്കാരിൻ്റെ ഭാഗമല്ലാത്ത ലോക്സഭാ പ്രതിപക്ഷ MP മാത്രമാണ്. അങ്ങനെ ഒരു പ്രതിപക്ഷ MPക്ക് ഇടത് സർക്കാർ കേരളത്തിൽ ആസൂത്രിതമായി നടത്തിയൊരു സ്വർണ്ണക്കൊള്ളയിൽ എന്ത് ബന്ധമാണുള്ളത്? എന്ത് ലോജിക്കാണ് അതിലുള്ളത്? അതോ ഒരു പ്രതിപക്ഷ MPക്ക് പോലും സ്വർണ്ണക്കൊള്ള നടത്താൻ പറ്റുന്നത്ര കഴിവ് കെട്ടവരാണോ ഭരണകൂടം? അത്ര സുരക്ഷിതത്വം ഇല്ലാത്തതാണോ ശബരിമല? എത്ര പ്രതിപക്ഷ MPമാരും MLAമാരും ശബരിമലയിൽ വളരെ ഫ്രീ ഹാൻഡായി കയറി പോകുന്നുണ്ട്. അവരെല്ലാം ഇരുമുടിക്കെട്ടുമായി വരുന്നത് തന്നെയാണ് അയ്യപ്പനെ തൊഴുന്നത്. ഇതുപോലല്ല. അപ്പോൾ കാര്യം മറ്റൊന്നുമല്ല, ഇതൊന്നുമല്ല. ശബരിമലയിലെ അയ്യപ്പൻ്റെ പൊന്നുവരക്കെട്ട ജനവിരുദ്ധ സർക്കാരിൻ്റെ നഷ്ടമായ ഇമേജ് വീണ്ടെടുക്കാൻ പറ്റുമോ? ഇതാണ് അടൂർ പ്രകാശിനെ പിടിച്ചു നിർത്തി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതിന് പിന്നിൽ. പിണറായി വിജയനും വിജയൻ സേനയും വിജയൻ സ്തുതി പാഠകരുമായ ഒരു വിഭാഗം മാധ്യമപ്രവർത്തകർ എത്ര ഓവർ ടൈം ഡ്യൂട്ടി ചെയ്താലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ വലിയൊരടി ഈ നിയമസഭ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിരിക്കും, ജനം നൽകുമെന്നതിൽ ഒരു സംശയവുമില്ല.